ഹായ് ഓൾ, വെൽക്കം ടു i+. ഞാൻ അക്ഷര. ഇംഗ്ലീഷ് പെഡഗോജി. അപ്പോൾ എപ്പോഴും B.Ed ഇംഗ്ലീഷ് പഠിച്ചവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മേഖലയായിട്ട് നല്ല പരിചയമുണ്ട്. പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് കേൾക്കുമ്പോൾ, പുതിയ ടേംസ് കേൾക്കുമ്പോഴൊക്കെ കൺഫ്യൂഷൻ വരാറില്ല. പക്ഷേ മറ്റ് സബ്ജക്റ്റുകൾ പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ തോന്നുമല്ലേ. പക്ഷേ നമ്മുടെ ഈ സീറ്റഡ് എക്സാമിനേഷൻ എടുത്താലും കേട്ട എക്സാമിനേഷൻ എടുത്താലും ഒക്കെ ഇത് ചോദിക്കും. ഇംഗ്ലീഷ് പെഡഗോജി ഇമ്പോർട്ടൻ്റ്. സീറ്റഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 15 മാർക്കോളം ചോദിക്കും. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. ഇംഗ്ലീഷ് പെഡഗോജി എന്ന് പറയുമ്പോഴത്തേക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. കുറച്ച് ടേംസാണ് അതിനകത്തുള്ളത്. അത് മാത്രമായിരിക്കും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ആ ടേംസ് അങ്ങ് പഠിക്കുക. പിന്നെന്താണ്, ഇതുപോലെ നമുക്ക് ലോജിക്ക് വെച്ചുകൊണ്ടൊക്കെ ചിന്തിച്ച് ഉത്തരം കണ്ടെത്താൻ സാധിക്കും. ഈ പെഡഗോജിയൊക്കെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണിംഗ് ആൻഡ് ടീച്ചിങ്ങിൻ്റെ കോണ്ടെക്സ്റ്റിൽ അപ്ലൈ ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് കൂടുതലായിട്ടും വരുന്നത്. അപ്പം നമുക്ക് അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. Which one of the following is true for language learning? ലാംഗ്വേജ് ലേണിംഗുമായിട്ട് ബന്ധപ്പെട്ട് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഈ കൂട്ടത്തിൽ ഏതാണ്? Language learning happens through reading of language textbooks only. Language learning accelerates in print-rich environments. Language learning is not required for learning of science and mathematics. Language learning happens unconsciously. അപ്പം നമുക്കിതിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ലാംഗ്വേജ് ലേണിംഗുമായി ബന്ധപ്പെട്ട് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം നോക്കിക്കേ, റീഡിങ് ഓഫ് ലാംഗ്വേജ് ടെക്സ്റ്റ് ബുക്ക് ഉള്ളി. ലാംഗ്വേജ് ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ മാത്രമാണോ ലാംഗ്വേജ് ലേണിംഗ് നടക്കുക? അല്ലല്ലോ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റല്ലേ? അടുത്ത ഓപ്ഷൻ നമുക്ക് നോക്കാം. ലാംഗ്വേജ് ലേണിംഗ് ആക്സിലേറ്റഡ് പ്രിന്റ് റിച്ച് എൻവയോൺമെൻറ്റ്. പ്രിൻ്റ് റിച്ച് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ്. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഒരുപാട് പ്രിൻറ്റുകളൊക്കെ വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ലാംഗ്വേജ് ലേണിംഗ് കുറച്ചും കൂടെ ആക്സിലറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, അതിനെ കുറച്ചും കൂടെ ഒന്ന് സ്പീഡപ്പ് ചെയ്യും. അടുത്ത ലാംഗ്വേജ് ലേണിംഗ് ഇസ് നോട്ട് റിക്വയർഡ് ഫോർ ലേണിംഗ് ഓഫ് സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ്. സയൻസും മാത്തമാറ്റിക്സും പഠിക്കാനായിട്ട് ലാംഗ്വേജ് വേണ്ട എന്നാണ് പറയുന്നത്. അടുത്ത നോക്കിയാൽ ലാംഗ്വേജ് ലേണിംഗ് ഹാപ്പൻസ് അൺകോൺഷ്യസ്ലി. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമുക്ക് ലാംഗ്വേജ് ലേണിംഗ് പെട്ടെന്ന് ലാംഗ്വേജ് പഠിക്കുന്നത് അൺകോൺഷ്യസ് ആയിട്ട് പഠിക്കുമെന്ന് തോന്നാം. പക്ഷേ അല്ല. അൺകോൺഷ്യസ് ആയിട്ട് ലേണിംഗ് ആണോ വരുന്നത്? അല്ല. ലാംഗ്വേജ് എന്താണ്? അക്വിസിഷൻ ആണ്. ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നമ്മുടെ മാതൃഭാഷ പഠിക്കുന്നത് അൺകോൺഷ്യസ് ആയിട്ടാണ്. പക്ഷേ ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്? കോൺഷ്യസ് പ്രോസസ് ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അതേപോലല്ല, സയൻസും മാത്തമാറ്റിക്സും പഠിക്കാൻ ലാംഗ്വേജ് വേണ്ട എന്ന് പറയാൻ പറ്റില്ലല്ലോ. സയൻസിനെ മാത്സിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ എന്താവശ്യമാണ്? ലാംഗ്വേജ് ആവശ്യമാണ്. ലാംഗ്വേജ് ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ മാത്രമാണോ ലാംഗ്വേജ് ലേണിംഗ് നടക്കുക? അല്ല. അപ്പോൾ ഈ 3 ഓപ്ഷൻ തെറ്റല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ഉത്തരത്തിലേക്ക് എത്താം? ലാംഗ്വേജ് ലേണിംഗ് ആക്സിലേറ്റ് ഇൻ പ്രിൻ്റ് റിച്ച് എൻവയോൺമെൻറ്റ്. അപ്പോൾ പ്രിൻറ്റിലൂടെ ഇപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിലെ കുട്ടികളുടെയൊക്കെ ബുക്കുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, വളരെ കളർഫുള്ളായിട്ട് കുറേ പിക്ചേഴ്സും ഒക്കെ ആഡ് ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ പ്രിൻറ്റ് ചെയ്തും. അപ്പോൾ അത് കാണുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ലാംഗ്വേജ് ലേണിംഗ് കുറച്ചും കൂടെ ആക്സിലറേറ്റ് ചെയ്യും. ലാംഗ്വേജ് ലേണിംഗ് എന്ന പ്രോസസ് എന്താണ്? കുറച്ചും കൂടെ സ്പീഡിൽ നടക്കുമെന്ന് അർത്ഥം. അടുത്ത ചോദ്യം. Crying, cooing and babbling are all the examples of dash stage of language development. ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൻ്റെ എന്ത് സ്റ്റേജിലാണ് ക്രൈ ചെയ്യുക, കൂ ചെയ്യുക, ബാബ്ലിങ് ചെയ്യുക തുടങ്ങിയതൊക്കെ ഒരു കുട്ടി ചെയ്യുന്നത് എന്നാണ് അടുത്ത ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ലിംഗ്വിസ്റ്റിക്, പ്രീ ലിംഗ്വിസ്റ്റിക്, എക്സ്പ്രസീവ്, റെഫറൻഷ്യൽ. ഇവിടെ നമ്മൾ എന്താണ് കൂടുതലൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ലല്ലേ. കുട്ടി ഭാഷ പഠിക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും ക്രൈ ചെയ്യും. ജനിച്ച് വീഴുന്ന കുഞ്ഞ് കരയുമല്ലേ. അപ്പോൾ ആ കുഞ്ഞ് ഭാഷ പഠിച്ചിട്ടാണോ, ഇന്ന പർട്ടിക്കുലർ ഭാഷയിലാണോ കരയുന്നത്? അല്ല. അപ്പം നമുക്ക് അവിടെ തന്നെ ഉത്തരം അറിയാമല്ലേ. ലാംഗ്വേജിന് മുമ്പ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? സ്റ്റഡി ഓഫ് ലാംഗ്വേജ് ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പം പ്രീ ലിംഗ്വിസ്റ്റിക് ഫേസിലാണ് എന്ത് ചെയ്യുക? ക്രൈയിങ്, കൂയിങ് ആൻഡ് ബാബ്ലിങ്. ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഏറ്റവും ആദ്യത്തെ സ്റ്റേജ് ആണല്ലേ ക്രൈയിങ്, കൂയിങ് ആൻഡ് ബാബ്ലിങ് എന്ന് പറയാം. കരയുക, പിന്നെ എന്താണ്, ചെറിയ കൂവൽ ശബ്ദങ്ങൾ ഉണ്ടാക്കാം. ബാബിൾ ചെയ്യുക, കുട്ടികളുടെ സംസാരം തിരിയാതെ ബാബിൾ ചെയ്യാറില്ലേ, അതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം. Garvit was speaking in Hindi to his peers in his classroom. When his teacher called on him, he immediately replied to her in English. This is an example. ഇവിടെ നമുക്കൊരു ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യമാണ്. ഒരു കുട്ടിയെക്കുറിച്ച് പറഞ്ഞേക്കുവാണ്. ഗർവിത്ത് എന്താണ്? പിയേഴ്സിനോട് ഹിന്ദിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് എന്ത് ചെയ്തു? ടീച്ചർ വിളിച്ചു. ടീച്ചർ വിളിച്ച സമയത്ത് ഗർവിത്ത് എന്ത് ചെയ്തു? ഇമ്മീഡിയറ്റ്ലി റിപ്ലൈ ടു ഹർ ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ തന്നെ എന്ത് ചെയ്തു? ഹിന്ദിയിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് എന്ത് ചെയ്തു? ഇംഗ്ലീഷിൽ റിപ്ലൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എന്തിൻ്റെ എക്സാമ്പിളാണ്? ഈ പർട്ടിക്കുലർ സിറ്റുവേഷൻ എന്തിൻ്റെ എക്സാമ്പിളാണ്? കോഡ് മിക്സിംഗ്, ഡയലക്ട്, സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ്, കോഡ് സ്വിച്ചിങ്. അപ്പം നമുക്കിവിടെ 2 ഓപ്ഷൻ പെട്ടെന്ന് എന്താണ്?
എലിമിനേറ്റ് ചെയ്യാം. ഏതൊക്കെയാണ്? ഡയലക്ട്സും സോഷ്യോ ലിംഗ്വിസ്റ്റിക്സും. ഡയലക്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രാദേശികമായിട്ടുള്ള ഭാഷാഭേദങ്ങളാണല്ലോ. ഇപ്പോൾ ഓരോ ഏരിയയിലും അവിടെ അവർക്ക് പെർട്ടിക്കുലർ ആയിട്ടുള്ള ലാംഗ്വേജ് സംസാരിക്കുന്ന രീതികൾ കാണും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്താ ഡയലക്റ്റ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഒരു വ്യക്തിയുടെ പെർട്ടിക്കുലർ ആയിട്ടുള്ള സംസാര രീതിയെ നമ്മൾ എന്ത് പറയും? ഇഡിയോലക്റ്റ് എന്ന് പറയും. അപ്പോൾ ഒരു വ്യക്തിയുടെ ആ ഒരു ലാംഗ്വേജ് സ്പീക്കിംഗ് വേ നമുക്ക് എന്താണ് ഇഡിയോലക്റ്റ് എന്ന് പറയാം. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ ഒരു പ്രദേശത്തുള്ള ആളുകളുടെ ആ ഒരു സംസാര രീതിയെ നമുക്ക് എന്ത് പറയാം? ഡയലക്റ്റ് എന്ന് പറയാം. അടുത്ത സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ്. സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? സോഷ്യൽ ആൻഡ് ലിംഗ്വിസ്റ്റിക്സ്. അപ്പോൾ രണ്ട് മേഖലകളാണ്. സോഷ്യൽ ആയിട്ടുള്ള മേഖല, പിന്നെ ലിംഗ്വിസ്റ്റിക്സ് ഭാഷാപരമായിട്ടുള്ള സാമൂഹികവും ഭാഷാപരവുമായിട്ടുള്ള കാര്യങ്ങൾ ചേർന്ന് വരുന്ന ആ ഒരു കാര്യത്തിനാണ് സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുക. അപ്പോൾ ഈ രണ്ട് ഓപ്ഷനിലെന്ന് അറിയാം. പിന്നെ രണ്ടെണ്ണമാണ് കോഡ് മിക്സിങ്ങും കോഡ് സ്വിച്ചിങ്ങും. അപ്പോൾ ഇവിടെ നമ്മുടെ കുട്ടി എന്താ ചെയ്തത്? കോഡ് നേരെ സ്വിച്ച് ചെയ്യുകയാണ് ചെയ്തത് അല്ലേ? ഹിന്ദിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് സ്വിച്ച് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത്. അപ്പോൾ നമുക്ക് എന്താ ഉത്തരം വരിക? കോഡ് സ്വിച്ചിങ് ആണ് ഉത്തരം വരിക. ഇനി കോഡ് മിക്സിങ് എന്താണ്? ഞാനിപ്പോൾ സംസാരിക്കുന്നില്ലേ, ഞാൻ എന്താണ് ഇംഗ്ലീഷും മലയാളവും കൂടെ മിക്സ് ചെയ്തല്ലേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെന്താണ്? കോഡ് മിക്സിങ്. രണ്ട് ലാംഗ്വേജ് മിക്സ് ചെയ്ത് സംസാരിക്കുന്നതാണെങ്കിൽ കോഡ് മിക്സിങ്. അപ്പോൾ ഒരു ലാംഗ്വേജ് എൻറ്റയർലി മാറ്റിക്കൊണ്ട്, ഇപ്പോൾ ഹിന്ദി സംസാരിച്ചുകൊണ്ടിരുന്ന ആൾ ഹിന്ദി കംപ്ലീറ്റ് നിർത്തിയിട്ട് എന്ത് ചെയ്യുന്നു? ഇംഗ്ലീഷ് സംസാരിക്കുന്നു. അതെന്താണ്? കോഡ് സ്വിച്ചിങ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ടേംസ് ആണ്, പഠിച്ച് വെച്ചോളെ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടേംസ് ഈസ് നോട്ട് റിലേറ്റഡ് ടു വൈഗോട്സ്കി സോഷ്യൽ കൾച്ചർ തിയറി. അപ്പോൾ ഇംഗ്ലീഷ് പെഡഗോജി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവിടെ നമ്മുടെ സൈക്കോളജി തീർച്ചയായിട്ടും വരും അല്ലേ? സൈക്കോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു മേഖല തന്നെയാണ്. സൈക്കോളജി ലിംഗ്വിസ്റ്റിക്സും തമ്മിൽ കണക്റ്റ് ആകുന്ന ആ ഒരു ഏരിയ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മുടെ വൈഗോട്സ്കിയൊക്കെ കടന്ന് വരാറുണ്ട്. പിന്നെ വൈഗോട്സ്കി മാത്രമല്ല, സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന കുറേ ആളുകളുണ്ട്. നോം ചോംസ്കിയൊക്കെ പേരുകൾ നമ്മൾ ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം, ഇതിൽ വൈഗോട്സ്കിയുടെ സോഷ്യോ കൾച്ചറൽ തിയറിയുമായി റിലേറ്റ് ചെയ്തിട്ടില്ലാത്തത് എന്താണ്? സോഷ്യൽ ഇൻട്രാക്ഷൻ, സ്കഫോൾഡിങ്, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. ഇപ്പോൾ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻ്റ് എന്ന് വിശദമായിട്ട് പേപ്പറിൽ വരണമെന്നില്ല. ZPD എന്നേ കാണത്തുള്ളൂ. ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന് കംപ്ലീറ്റ് കാണത്തില്ല. ലാഡ് എന്നേ കാണത്തുള്ളൂ. അപ്പം നോക്കിക്കേ, ഈ പറഞ്ഞ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റും ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസും ഇതുപോലെ എന്താണ് ടേംസ് കംപ്ലീറ്റ് തരാതെ ഷോർട്ടായിട്ട് തരാറുണ്ട്. അങ്ങനെയുള്ള ഷോർട്ട് ടേംസ് ഒക്കെ പഠിച്ച് വെക്കാം. സോഷ്യൽ ഇൻട്രാക്ഷൻ വൈഗോട്സ്കിയുമായി ബന്ധപ്പെട്ടതാണോ? തീർച്ചയായിട്ടും. സമൂഹവുമായിട്ട് ഇടപഴകിക്കൊണ്ട് വിദ്യാർത്ഥി എന്ത് ചെയ്യുന്നു? അറിവ് നേടുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ സാമൂഹികമായിട്ടുള്ള ഇടപെടലുകൾ അവിടെ ആവശ്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. സ്കഫോൾഡിങ്, കൈത്താങ്, തീർച്ചയായിട്ടും വൈഗോട്സ്കിയുടെ ആശയമാണ്. അടുത്ത എന്താണ്? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, അതായത് ഒരു കുട്ടിക്ക് സ്വയം കാര്യങ്ങൾ ചെയ്യാനും മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി ചെയ്യാൻ കഴിയുന്ന ലെവൽ തമ്മിലുള്ള ആ ഡിഫറൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അവിടെ സ്കഫോൾഡിങ്ങോട് കൂടി കുട്ടിക്ക് എന്താണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞു. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ZPD. നമ്മൾ സൈക്കോളജി സെക്ഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ എന്താണ് അടുത്ത ഓപ്ഷൻ? LAD, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. ഒരിക്കലും വൈഗോട്സ്കി ആയിട്ട് ബന്ധപ്പെട്ട ടേം അല്ല. ആരുമായി ബന്ധപ്പെട്ട ടേമാണ്? ഇത് നോം ചോംസ്കിയുമായി ബന്ധപ്പെട്ട ടേമാണ്. നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ലാംഗ്വേജ് ലേണിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിഗർ തന്നെയാണ് ആര്? നോം ചോംസ്കി. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആശയമാണ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് അഥവാ ലാഡ്. ഓരോ കുട്ടിയും ജനിക്കുമ്പോൾ തന്നെ ലാംഗ്വേജ് അക്വയർ ചെയ്യാനുള്ള ഡിവൈസ് അവൻ്റെ ബ്രെയിനിലുണ്ട്. അതിന് എന്ത് ചെയ്യുന്നു? സ്റ്റിമുലസ് കിട്ടുന്ന സമയത്ത് അത് ആക്റ്റീവായി മാറുന്നു. അതുകൊണ്ടാണ് എല്ലാവർക്കും എന്താ ലാംഗ്വേജ് അക്വയർ ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം യൂണിവേഴ്സൽ ഗ്രാമർ എന്ന് പറഞ്ഞൊരു ഐഡിയ, യൂണിവേഴ്സൽ ഗ്രാമർ അല്ലെങ്കിൽ UG എന്ന് പറഞ്ഞൊരു ഐഡിയയും പറയാറുണ്ട്. അപ്പോൾ UG ലാഡും ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നോം ചോംസ്കിയുമായി ബന്ധപ്പെട്ടതാണ്. യൂണിവേഴ്സൽ ഗ്രാമർ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ ഭാഷയ്ക്കും എന്താണ് കോമൺ ആയിട്ട് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എന്താ എല്ലാ ലാംഗ്വേജും പഠിക്കാൻ പറ്റുന്നത്. അങ്ങനെയൊക്കെയുള്ള തിയറീസാണ്. ഒരുപാട് ഡീപ്പായിട്ടൊന്നും നിങ്ങൾ ഇതിൽ പഠിച്ചു പോകേണ്ട. ബേസിക്കായിട്ട് ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു നോം ചോംസ്കിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, റിപ്പീറ്റ് ചെയ്യുന്ന കൺസെപ്റ്റുകളുമാണ്. അടുത്ത ചോദ്യം, എവറി സിലബസ് ടോക്സ് അബൌട്ട് ലേണിംഗ് ഔട്ട്കംസ് വിച്ച് മീൻസ്. എല്ലാ സിലബസും എന്താണ്? ലേണിംഗ് ഔട്ട്കംസിനെ കുറിച്ച് പറയാറുണ്ട്. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ദ കണ്ടന്റ് ഓഫ് ദ ടെക്സ്റ്റ്, changing the behavior of the learners, completion of all lesson, changing in teaching method of the teacher. അപ്പോൾ ലേണിംഗ് ഔട്ട്കം നമുക്കറിയാമല്ലോ, ലെസൺ പ്ലാൻ എഴുതുമ്പോഴെല്ലാം നമ്മൾ എഴുതുന്നതാണ് ലേണിംഗ് ഔട്ട്കം. ഈ ഒരു പെർട്ടിക്കുലർ പോർഷൻ പഠിച്ചതുകൊണ്ട് കുട്ടിക്ക് വരേണ്ട കുറച്ച്
കാര്യങ്ങളുണ്ടല്ലേ, അതിൻ്റെ ലേണിംഗ്, ഇത് പഠിച്ചത് കൊണ്ട് കിട്ടേണ്ട കുറച്ച് ഔട്ട്കംസ്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പ്രീ ഡിഫൈൻഡ് ആയിട്ട് നമ്മൾ തീരുമാനിച്ച് വെച്ച ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യാം, ക്ലാസ് എടുക്കാം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. ഈ എല്ലാ സിലബസിൽ ലേണിംഗ് ഔട്ട്കമ്മിനെ കുറിച്ച് പറയുന്നുണ്ട്, ഏത് സിലബസ് എടുത്താലും. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമുക്ക് ഇംഗ്ലീഷ് പെഡഗോജി സെക്ഷനിൽ ചോദിച്ച ഒരു ചോദ്യമാണ്, പ്രീവിയസ് ഇയർ സീറ്റഡ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നൊരു ചോദ്യമാണ്. എൻ്റെയർലി അത് ഇംഗ്ലീഷ് പെഡഗോജി അല്ല, കണ്ടില്ലേ, ഇതുപോലെ ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഒരുപാട് വരും. അതുകൊണ്ട് ഇംഗ്ലീഷ് പെഡഗോജി നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയരുത് കേട്ടോ. അപ്പോൾ നോക്കിക്കും, ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ഓഫ് ദ കണ്ടന്റ് ഓഫ് ദ ടെക്സ്റ്റ് ബുക്കിൻ്റെ കണ്ടന്റ് എന്ത് എന്ന് മനസ്സിലാക്കുന്നതാണ്. ചേഞ്ച് ഇൻ ദ ബിഹേവിയർ ഓഫ് ദ ലേണറിൻ്റെ ബിഹേവിയറിൽ ചേഞ്ച് വരുത്തുന്നതാണ്. കംപ്ലീഷൻ ഓഫ് ഓൾ ലെസൺസ്, എല്ലാ ലെസൺസും കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ചേഞ്ച് ഇൻ ദ ടീച്ചിങ് മെത്തേഡ് ഓഫ് ദ ടീച്ചറിൻ്റെ ആ ടീച്ചിങ് മെത്തേഡിൽ ചേഞ്ച് വരുത്താനാണോ? എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അവിടെ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, ചേഞ്ച് ഇൻ ദ ബിഹേവിയർ ഓഫ് ദ ലേണേഴ്സ്. കുട്ടിയുടെ ബിഹേവിയർ അതെങ്ങനെയുള്ള ചേഞ്ച് ആയിരിക്കണം? പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുവാണ്. ഒരു കഥ പഠിക്കുന്നു. ആ കഥയിൽ കുട്ടി പഠിക്കുന്നത് ഈ ഒരു എൻവയോൺമെൻറ്റിൻ്റെ ഡിപ്ലീഷനെ കുറിച്ചാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആ ഒരു പ്രോബ്ലത്തെക്കുറിച്ചൊക്കെ കുട്ടി മനസ്സിലാകുമ്പോഴത്തേക്ക് കുട്ടിക്ക് തന്നെ സ്വയം ഒരു ബോധ്യം ഉണ്ടാകും. ഭൂമിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല. അതൊരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് അല്ലേ, ആ ഒരു കാര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് കുട്ടിയുടെ ബിഹേവിയർ എന്തോ ആയിക്കോട്ടെ അതിനെ മാറ്റിക്കളയുക അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. പകരം എന്താണ്, അവിടെ പോസിറ്റീവായിട്ടുള്ള ബിഹേവിയർ കുട്ടിയിൽ ഇൻകൾക്കേറ്റ് ചെയ്യുക എന്നതാണ്. ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ്, EVSലൂടെയും പിന്നെ കഥകളിലൂടെയും കവിതകളിലൂടെയും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ സിലബസ് എടുത്തു കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് സിലബസ് എടുത്തു കഴിഞ്ഞാൽ അത് ഇഷ്യൂ ബേസ്ഡ് ആണല്ലേ. പല ഇഷ്യൂസാണ് അവരുടെ മുന്നിലോട്ട്, പക്ഷെ അവർ പോലും അറിയാതെ നമ്മൾ അവരുടെ മുന്നിലോട്ട് കൊടുക്കുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, അവരുടെ ബിഹേവിയറിലൊരു ചേഞ്ച് ഉണ്ടാകുന്നു. അതാണ് ലേണിംഗ് ഔട്ട്കം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നല്ലൊരു ചോദ്യമാണ്. നമുക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് സെക്ഷനിൽ മാത്രമല്ല, പെഡഗോജി സെക്ഷനിൽ കോമൺ ആയിട്ട് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇനി മറക്കരുത് എന്താണ് ലേണിംഗ് ഔട്ട്കം എന്ന്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ സെക്ഷനിൽ ഉണ്ടായിരുന്നത്. അടുത്ത സെക്ഷനുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.